ഹായ് ഗായ്സ്, ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കാണാത്തൊരു സംഭവം കാണാൻ പോവാട്ടോ. അപ്പം ഞാൻ എടുത്ത വീഡിയോ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ വീഡിയോസിലല്ലാണ്ട് നേരിട്ട് എന്താ പറയുക പോട്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഇന്ന് ഒരു പോട്ട് ഉണ്ടാക്കുന്ന സ്ഥലത്ത് കാണാൻ പോയി. അപ്പം നിങ്ങൾ ഇത് പോകുന്ന വഴിയാട്ടോ കാണുന്നത്. ഇതൊരു കോളനിയാണ്. അപ്പോൾ ഇവിടെ കുറേ സ്ഥലത്ത് ഈ ഒരു പോട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് കണ്ടത്തിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വീഡിയോ എടുത്തോട്ടേ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല നിങ്ങൾ എടുത്തോ പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് കണ്ട ഈ ഒരു വലിയ സാധനമില്ലേ, അതാണ് ചൂള. അതിലാണ് ഈ പോട്ടൊക്കെ ഉണ്ടാക്കി 1-2 ദിവസം കഴിയുമ്പോൾ അവർ അതിൽ വെച്ചിട്ട് ചൂട് കൊടുത്തിട്ടാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന പോട്ടാക്കി എടുക്കുന്നത്. ഇതൊക്കെ അവർ ഓരോ പരീക്ഷണം നടത്തിയിട്ട് ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാ വീട്ടിലും ഇതുണ്ടാക്കുന്ന എല്ലാ സ്ഥലത്തും റേഡിയോ ഉണ്ടാവുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ചൂളയുടെ പല കാര്യങ്ങളും പറഞ്ഞാൽ എനിക്ക് മെയിനായിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ അവരെല്ലാം എനിക്കൊന്ന് മനസ്സിലാക്കി തന്നു. ഈ താഴെ കാണുന്ന ഹോളിലൂടെ തീയിടുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മേലെ ഈ ഒരു എന്താ പറയുക പോട്ട് വെച്ച് കൊടുക്കുന്നു. പിന്നെ പോട്ട് വെച്ച് തീയിട്ടതിന് ശേഷം നല്ല റെഡ് കളറായി വന്നാൽ ചുടുകട്ട യൂസ് ചെയ്തിട്ട് അവർ ആ ഹോള് ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് ക്ലോസ് ചെയ്ത് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ആ ഒരു തീ പുറത്തേക്ക് വന്നിട്ടാണ് ഈ ഒരു ബ്ലാക്ക് കളറെന്നും ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് പോയപാട് അവരോട് പേര് വയ്ക്കാൻ മറന്നുപോയി. ഇടയ്ക്ക് വെച്ചാണ് ഞാൻ പേര് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ സൗണ്ടൊക്കെ എന്തോ പോലെയാണുള്ളത്. അപ്പോൾ ഇതൊന്നും കാര്യമാക്കാണ്ട് എൻ്റെ വീഡിയോ ഫുള്ള് കാണാം. ഇതൊക്കെ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ക്ലേസ് ആട്ടോ. പിന്നെ ഇതാണ് അവിടുത്തെ വീല് ക്ലേ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ചോദിച്ചു ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന്. അപ്പോൾ അവർ ആ ഒരു സൂക്ഷിച്ച് വെച്ച വലിയ ക്ലേന്ന് കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ യൂസ് ചെയ്യുന്ന ക്ലേ അവർ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിലുള്ള കല്ലൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഫിൽറ്റർ ചെയ്യുന്ന മെഷീൻ കേടായി പോയി പറഞ്ഞു അവർ. അപ്പോൾ അത് അവർ റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നുണ്ട്. ഞാൻ നല്ല വണ്ടർ അടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പേര് പറയാൻ മറന്നുപോയി. ഇവരുടെ പേര് രാമകൃഷ്ണൻ എന്നാട്ടോ. അപ്പോൾ അവർ ഉണ്ടാക്കി കാണിച്ചു തരാണ്. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാട്ടോ ഇട്ടിട്ടുള്ളത്. ഇത് നമ്മൾ കാണുന്നത് പോലെയല്ല, ഭയങ്കര സിമ്പിളാണെന്ന് വിചാരിക്കും. പക്ഷേ അത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവർ ഉണ്ടാക്കിയതിന് ശേഷം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ചെയ്തോന്ന്. ഞാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നല്ല കോമഡി ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. പിന്നെ ഇത് ചെയ്തെടുക്കാൻ നല്ല പണിയുണ്ട് കേട്ടോ. ഇതവർ ഇങ്ങനെ ചെയ്തു. പിന്നെ ക്ലേ മിക്സ് ചെയ്ത് അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതിൻ്റെ ഓരോ പാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഫുള്ളൊന്നും ഞാൻ ക്യാച്ച് ചെയ്തിട്ടില്ല. അവർ ചൂള വെക്കുന്ന ആ ഒരു ഡേ ആയിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ ക്ലേ പോട്ട് ഇപ്പം ഉണ്ടാക്കാത്തത് കേട്ടോ. അപ്പോൾ അവർ ഫസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടതാണ്. അപ്പം എനിക്ക് അതുകൊണ്ട് അവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നതാണിത്. അപ്പോൾ അവർ സെക്കൻഡ് ഇത് ഉണ്ടാക്കുകയാണ്. ഇത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടതാണ്. അതുകൊണ്ടാട്ടോ ഇത്ര സ്പീഡായിട്ട് കാണുന്നത്. അല്ലാതെ തന്നെ കുറച്ച് സ്പീഡിൽ അവർ ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര ടഫായിട്ടുള്ള പണിയാണ്. ഇത് നല്ല എന്താ പറയുക ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ എന്നോട് ചെയ്തോ പറഞ്ഞു. ഞാനും എൻ്റെ കസിനും ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. എൻ്റെ മുന്നത്തെ വീഡിയോയിൽ അവളുണ്ടെന്ന് തോന്നുന്നു. നെയ്ഫാന്ന് കേട്ടോ പേര്. ഞങ്ങൾ 2 പേരും ഉമ്മയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എങ്ങനെയല്ലോ ഈ ഒരു രൂപത്തിൽ എത്തിച്ചപ്പോഴാണ് ഞാൻ ചെയ്ത് ലാസ്റ്റ് അത് ഒടിഞ്ഞു പോയടോ. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ രണ്ടാമതൊന്നുകൂടെ മേക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ വെള്ളത്തിൽ കൈയിടും. എൻ്റെത് റെഡി ആവട്ടാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ കാര്യത്തിൽ എൻ്റെത് പെർഫെക്റ്റാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ പ്രശ്നമാണെന്ന്. അതുകൊണ്ട് ഞാൻ വേഗം വെള്ളം എടുക്കുക ഇതുമിലാക്കുക ആ ഒരു ഇതിലായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ പറഞ്ഞു ക്ലേ കുറവായതുകൊണ്ടാണ്, കുറച്ചുകൂടെ ക്ലേ ഇട്ട് ഞാൻ ആക്കിത്തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാക്കുമ്പോൾ ഒരു പ്രശ്നമേ ഉള്ളൂ, നമ്മളെ ഡ്രസ്സിലൊക്കെ ആവും. എൻ്റെ ഈ ഒരു സ്വെറ്റ് ടീഷർട്ടിൽ കൈൻ്റെ അവിടെയൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ നല്ലപോലെ കഴുകിയത് കേട്ടോ.
അങ്ങനെ ഉണ്ടാക്കി ഇപ്പോൾ ഒടിയും എന്ന ഒരു രൂപത്തിലേക്ക് ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞത് ജസ്റ്റ് കോളാമ്പി പോലെ ഉണ്ടെന്ന്. പണ്ട് അതാ ഈ ഒരു ടൈമിലെത്തിയപ്പോൾ ഉമ്മ പറഞ്ഞു ഇത് കോളാമ്പി പോലെ ഉണ്ട്. കോളാമ്പി മീൻസ് നമ്മളെ വയസ്സന്മാർ തുപ്പില്ലേ, ഇതാ ഫുൾ കയ്യിൽ പോയൊരു പാർട്ടായിരുന്നു ഇത്. അത് ഒടിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചൊടിച്ചു, ബാക്കി ഞാനും അവളും ഫുള്ളായിട്ട് ഒടിച്ചു. അതായിരുന്നു സംഭവിച്ചത്. പിന്നെ ഞങ്ങൾ ചെയ്തു, കുറച്ചുകൂടെ ക്ലേ ഇട്ട് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോളാമ്പി മീൻസ് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇല്ലേ മറ്റേ മൂക്കിയിട്ടൊക്കെ ആ ഒരു സാധനമാണ്. അതെൻ്റെ അങ്ങനെയുള്ള പരിചയമാണ് എനിക്ക്. ഞങ്ങളത് ചെയ്തു വന്നു. ലാസ്റ്റ് അവർ ഇങ്ങനെ ചെയ്യുന്നൊക്കെ എനിക്ക് കൺസ്ട്രക്ഷൻസ് തന്നു. അങ്ങനെ അവസാനം ഞാനൊന്നു ചെയ്തു. ഇനിയിപ്പം ഞങ്ങൾക്ക് ഇത് വാങ്ങാൻ പോകണം. ഞങ്ങൾ പോകുന്നതായിരിക്കും. ഞങ്ങൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ പോട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഷോ കേസിൽ വെക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനും അതെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചൂള വെക്കുമ്പോൾ ഇതും അവർ വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് വേണം, വേറെ ആർക്കും കൊടുക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂളയിൽ വെക്കുന്ന സീനാട്ടോ. അവിടെ ഇനിയും കുറച്ചുകൂടെ വെക്കാനുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൈഡിൽ കാണിച്ചില്ലേ, അതവർ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ അതിൻ്റെ മേലെ കയറിയിട്ട് അവിടെ ഉള്ള ഒരുത്തരാണ് എനിക്ക് കാണിച്ചു തന്നത്. ഇവിടെ ആ ഒരു എന്താ പറയുക തെങ്ങിൻ്റെ മേലെയുള്ള സാധനമില്ലേ, മടലും ചകരയും ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അവർ ഇതിൻ്റെ മേലെ നല്ലോണം ഒന്ന് കത്തി റെഡിയാവാൻ വേണ്ടിയിട്ട്. ഇത് ഈ ഒരു ക്ലേ കളറിലുള്ള സാധനം ചൂടായതിനു ശേഷമാണ് റെഡ് കളറായിട്ട് നമുക്ക് കിട്ടുന്നത്. ഞാൻ നേരത്തെ റെഡ് കളറാവും പറഞ്ഞില്ലേ, അത് പോട്ട് റെഡ് കളറാവുമല്ല പറഞ്ഞത്. ബാക്കിയുള്ള സ്ഥലമൊക്കെ റെഡ് കളറ് തീയിലായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോട്ട്സ് ആട്ടോ. ഇതൊക്കെ അവർ ചൂളയിൽ വെക്കും. ഇനിയിപ്പോൾ ഇവിടെ ഉള്ള സീന് ആണിത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ തീ വെക്കുന്നതായിരിക്കും അവർ. അങ്ങനെ അവരിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കായിരുന്നു ഞാൻ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നോട് എക്സൈറ്റ്മെൻറ്റ് കാരണം അതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് തോന്നുന്നു ചോദിച്ചത്. പിന്നെ ഇതെന്താ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്പേസ് ഇല്ലെങ്കിൽ അവർ ഈ ഒരു പോട്ടൊക്കെ ഇതിൻ്റെ മേലെയും വെക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവരൊരിക്കലും ഇവിടെ വീട്ടിൽ നിന്ന് സെയിൽ ചെയ്യുന്നില്ല, അവർ ഷോപ്പിലേക്ക് കൊടുക്കുകയാണെന്നും പറഞ്ഞു. ഇത് കാരണം ഇവിടെ വന്നാൽ അപ്പോൾ അവർക്ക് ടൈമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഷോപ്പിൽ കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് എടുക്കുക കേട്ടോ. ഇതൊക്കെ ചൂളയിൽ വെച്ചിട്ട് പൊട്ടിപ്പോയ പോട്ടാട്ടോ. അപ്പോൾ അവിടെ കുറേ ചകരയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ വലിയൊരു വീലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞു. അവിടെ ഇനി വൈകുന്നേരം ചൂള വെക്കുള്ളൂ. അപ്പം ഞങ്ങൾക്ക് വൈകുന്നേരം വരെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഞങ്ങൾ കാണിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആ ഒരു പോട്ട് ഉണ്ടാക്കിയില്ലേ, അത് ഹാഫല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റെ അടിഭാഗത്ത് ഡിസൈൻ ചെയ്യുന്നതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഹോള് ഇല്ലാണ്ടാക്കുന്നതൊക്കെ കാണിക്കാം കേട്ടോ. പിന്നെ അതായിരുന്നു എൻ്റെ കസിന്, അവളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഇതാട്ടോ നമ്മൾ ആ ഒരു ഫിൽറ്റർ ചെയ്യുന്ന മെഷീൻ, ആ കല്ലൊക്കെ പോക്കുന്ന മെഷീൻ. അത് ഇപ്പുറത്തെ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പുറത്തെ സ്ഥലത്തെ ചൂളയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും, കാരണം ഇപ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഈ ഒരു വോയിസ് നമ്മളിവിടെ കൊടുത്താൽ എനിക്ക് കോപ്പി റൈറ്റ് അടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് ഉണ്ടാക്കുന്ന എല്ലാ സ്ഥലത്തും ഈ ഒരു റേഡിയോ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഈ റേഡിയോ ഉണ്ടാകുമ്പോൾ അതിലുള്ള സോങ് എൻ്റെ വീഡിയോയിൽ വന്നാൽ കോപ്പി റൈറ്റ് ആയിരിക്കും. അതാട്ടോ ഞാനത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവരോട് എത്ര വയസ്സിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവർ 12ാം വയസ്സിലായിരുന്നു ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരാളാട്ടോ. മറ്റേ ആളോട് എന്നോട് അതൊക്കെ ചോദിക്കാൻ മറന്നുപോയി, കാരണം എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് കാണിച്ചതാണ് അവരുടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്ന ടൂള്. പിന്നെ ഇതാട്ടോ ഡിസൈൻ ചെയ്യുന്ന ടൂള്. ഈ ടൂളെന്ന് പറയുന്നത് മരം കൊണ്ട് ഉണ്ടാക്കിയായിട്ടാട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ടിന്ന് എന്താ വെച്ചാൽ എനിക്ക് സൗണ്ട് ഓക്കെ അല്ലാതോട്ടോ. അപ്പോൾ ഇതാട്ടോ അവർ ഡിസൈൻ ചെയ്യുന്ന സീന്. അങ്ങനെ അവർ ഈ ഒരു സാധനം കൊണ്ടാണ് ഡിസൈൻ ചെയ്യുക. ഇതിൻ്റെ പേരൊക്കെ എന്നോട് മറന്നുപോയി, കാരണം കുറച്ച് ദിവസമായി ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് എനിക്ക് എഡിക്കാനൊന്നും തീരെ കഴിയില്ലായിരുന്നു, അതുകൊണ്ടാട്ടോ. പിന്നെ അതിന് ഈ ഒരു സാധനത്തിൻ്റെ തന്നെ 3 ഡിസൈൻസ് വരുന്നതാട്ടോ. അപ്പോൾ ഒരു സൈഡ് ഒരു ഡിസൈൻ, മറ്റൊരു സൈഡ് ഒരു ഡിസൈൻ, മറ്റൊരു സൈഡ് ഒരു ഡിസൈന്.
ഒരു ഭാഗത്ത് ഒന്നുമില്ലാണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കുറച്ച് ഇതൊന്ന് കാണാൻ ഞാൻ കുറച്ച് നേരമായില്ലേ സംസാരിക്കുന്നു, ഇനി നിങ്ങളിത് കാണൂ. അപ്പോൾ അവർ ടൂള് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഒരു സൈഡ് ഗ്രിഡ് ലൈൻസ് വരുന്നതും മറ്റേ സൈഡ് എന്താ പറയുക ചെരിഞ്ഞ് വരുന്ന ടൈപ്പ് ഒരു ഡിസൈൻ ആയിരുന്നു. പിന്നെ അവിടെ ഇതാട്ടോ അതിൻ്റെ ഉള്ളിൽ ഇവർ പിടിക്കുന്ന സാധനം, അല്ലാതെ അതിൻ്റെ ആ ഒരു ഷേപ്പ് പോയി പോകുന്നത് കൊണ്ട് അത് ആ സാധനം യൂസ് ചെയ്യാണ്. അത് കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ അവിടെ കുറേ സാധനം കുറേ ക്ലേ പോട്ടിട്ടുണ്ടായിരുന്നു ചുളയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചത്. കുറേൻ്റെയൊക്കെ അടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതാട്ടോ അവിടുത്തെ പഴയ വീല്. പിന്നെ കുറച്ചൊക്കെ കോട്ടിങ് കൊടുക്കാനും ഉണ്ട്. ഇവിടെ നല്ല അടുക്കി നല്ല രസത്തിലെല്ലാ പോട്ടും വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടോ. അപ്പോൾ ഇവിടെയും റേഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചതുണ്ട്, കുറച്ചിനി ചുളയിൽ വെക്കാനുള്ളതുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ വേറെ സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് താമസിച്ചതാ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർ 12 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണെന്നൊക്കെ ഇപ്പോൾ എന്നോട് പറഞ്ഞതാണ് കേട്ടോ. ഇതൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പണ്ടൊക്കെ ഇവിടെ സ്കൂളിൽ നിന്ന് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ട്രിപ്പ് കൊണ്ടുവരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവർ. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവിടെ കൊണ്ടുവരുന്ന ഈ പോട്ടൊക്കെ മറ്റേ നമ്മൾ നേരത്തെ കാണിച്ച സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണോ എന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു അല്ലാന്ന്. അപ്പോൾ അവിടെ ഇന്ന് ചൂള വെക്കുന്ന ഡേ ആയതുകൊണ്ട് അവിടെ ഇതൊക്കെ കഴിഞ്ഞു ഓൾറെഡി. പിന്നെ ഇവിടുത്തെ വീലിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. പിന്നെ അതിലുള്ള ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫില്ല് ചെയ്ത് നല്ല റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ ഒരു പോട്ട് ഉണ്ടാക്കുന്ന സ്ഥലത്തെ പേര് ഇതാട്ടോ, ഈ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.